മാസ്റ്റർ കെ അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഹോർമോൺസിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിച്ചിട്ടിരുന്നത്. പ്ലാന്റ് ഹോർമോൺസ് അല്ലെങ്കിൽ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സിനെ പറ്റിയാണ് നമ്മൾ ഇത്രയും ദിവസം നോക്കിക്കൊണ്ടിരുന്നത്. അതിൽ തന്നെ പ്രധാനപ്പെട്ടിട്ടുള്ള പ്ലാന്റ് ഹോർമോൺസിനെ പറ്റിയെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയാ? ഓക്സിൻസിനെ പറ്റിയും സൈറ്റോകൈനിൻസിനെ പറ്റി, ഗിബെർലിൻസ്, എത്തിലീൻ, അബ്സിസിക് ആസിഡ്, ഇതിന്റെ എല്ലാത്തിന്റെയും ബയോസിന്തസിസും അതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഡിസ്കസ് ചെയ്തു. അതിന്റെയൊക്കെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്തു. അബ്സിസിക് ആസിഡിന്റെ ഒഴിച്ച് ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ അബ്സിസിക് ആസിഡ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതിന്റെ ബയോസിന്തസിസും മോഡ് ഓഫ് ആക്ഷനും എഫക്റ്റുകളും എല്ലാം ചേർത്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അബ്സിസിക് ആസിഡ് ഈസ് കെമിക്കലി ക്ലാസിഫൈഡ് ആസ്. അബ്സിസിക് ആസിഡ് തുടക്കത്തിലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അബ്സിസിക് ആസിഡ് ഒരു IPP ഡിറൈവ്ഡ് ആയിട്ടുള്ള പ്ലാന്റ് ഹോർമോൺ ആണെന്ന്. അപ്പോൾ ഈ അബ്സിസിക് ആസിഡ് കെമിക്കലി എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഓപ്ഷൻസ്: ഡൈടെർപിനോയിഡ്, ട്രൈടെർപിനോയിഡ്, സെസ്ക്വിടെർപിനോയിഡ് ആൻഡ് സ്റ്റിറോയിഡ്. അപ്പൊ ഇതാണ് 4 ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതില് അബ്സിസിക് ആസിഡ് കെമിക്കൽ ഏത് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? നമ്മൾ ബയോസിന്തസിസിന്റെ ഒക്കെ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതാ? കാരോട്ടിനോയിഡ്സിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? അബ്സിസിക് ആസിഡിനെ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. 2 ഡിഫറെന്റ് ആയിട്ടുള്ള സെൽ ഓർഗനൽസിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? ഈ ഒരു അബ്സിസിക് ആസിഡിന്റെ സിന്തസിസ് നടക്കുന്നത്. ഇനീഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏർലി സ്റ്റേജുകളൊക്കെ പ്ലാസ്റ്റിഡ്സിൽ വെച്ചും അതിനുശേഷമുള്ളത് സൈറ്റോസോളിൽ വെച്ചിട്ടുമാണ് നടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിന്റെ ബയോസിന്തസിസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ബയോസിന്തസിസ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇതിന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? IPP ആണ് ബേസിക് യൂണിറ്റുകൾ. 5 കാർബണുകളുള്ള IPP ആണ് ഇതിന്റെ ബേസിക് യൂണിറ്റ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഫൈനലി ഫോം ചെയ്യുന്ന ഫങ്ഷണൽ ആയിട്ടുള്ള അബ്സിസിക് ആസിഡ് എന്ന് പറയുന്നത് എത്ര കാർബണുകൾ ഉള്ളതാണ്? 15 കാർബണുകൾ ഉള്ളതാണ്. ഓക്കെ, 15 കാർബണുകൾ ഉള്ളതാണ്. ആൻഡ് ഇറ്റ് ഈസ് കെമിക്കലി കോൾഡ് ആസ് എന്താണ്? സെസ്ക്വിടെർപീൻസ്. ആൻസർ ആയിട്ട് വരുന്ന ഏതാണ്? സെസ്ക്വിടെർപിനോയിഡ് ആണ് എന്ത്? അബ്സിസിക് ആസിഡിനെ കെമിക്കലി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഏതായിട്ടാണ്? സെസ്ക്വിടെർപിനോയിഡ് ആയിട്ടാണ്. ആൻസർ 15 കാർബൺ ആയിട്ടുള്ള സെസ്ക്വിടെർപിനോയിഡ്. അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ആൻസർ ഓപ്ഷൻ സി ആണ്. അബ്സിസിക് ആസിഡ് ഈസ് എ carbon 15 or 15 carbon sesquiterpenoid hormone derived from carotenoid cleavage in plastids. പ്ലാസ്റ്റിഡ്സിൽ വെച്ചിട്ട് എന്ത് നടക്കുന്നു? കരോട്ടിനോയിഡിന്റെ ക്ലീവേജ് നടക്കുന്നു. അതിന്റെ ഫലമായിട്ട് എന്ത് ഫോം ചെയ്യുന്നു? 15 കാർബണുകളുള്ള സെസ്ക്വിടെർപീൻ ആയിട്ടുള്ള അബ്സിസിക് ആസിഡ് ഫോം ചെയ്യുന്നു. അപ്പൊ എപ്പോഴും ഓർത്തിരിക്കുക, അബ്സിസിക് ആസിഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സെസ്ക്വിടെർപിനോയിഡ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് അബ്സിസിക് ആസിഡ് ഈസ് കറക്റ്റ്? അബ്സിസിക് ആസിഡിനെ പറ്റി പറഞ്ഞിരിക്കുന്ന ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ഓപ്ഷൻസ് നോക്കുക. പ്രൊമോട്ട്സ് സെൽ ഇലോങ്ങേഷൻ ആൻഡ് പ്രൊമോട്ട്സ് സ്റ്റൊമാറ്റൽ ഓപ്പണിംഗ്. ഇറ്റ് ആക്ട്സ് ആസ് എ സ്ട്രെസ് ഹോർമോൺ സിന്തസൈസ്ഡ് ബൈ മെവലോനേറ്റ് പാത്വേ ഒൺലി. അപ്പോൾ ഏത് രീതിയിലാണ്, ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് അബ്സിസിക് ആസിഡിനെ പറ്റി പറഞ്ഞിട്ടുള്ള ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിലേതാണ് ഓപ്ഷൻസ് നോക്കുക. അബ്സിസിക് ആസിഡിന്റെ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ഓപ്ഷൻസ് നോക്കുക. പ്രൊമോട്ട്സ് സെൽ ഇലോങ്ങേഷൻ. സെൽ ഇലോങ്ങേഷനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളാണോ അബ്സിസിക് ആസിഡ്? ആൻഡ് പ്രൊമോട്ട്സ് സ്റ്റൊമാറ്റൽ ഓപ്പണിംഗ്, acts as a stress hormone and synthesized by mevalonate pathway. സെൽ ഇലോങ്ങേഷൻ നമ്മൾ അബ്സിസിക് ആസിഡിനെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായിരുന്നു. എന്താണ്? ഇൻഹിബിറ്റിംഗ് ഫംഗ്ഷൻ ആണ് ആര് ചെയ്യുന്നത്? അബ്സിസിക് ആസിഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റർ ആണ് ആര്? അബ്സിസിക് ആസിഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വെജിറ്റേറ്റീവ് ഗ്രോത്തിൽ ഒന്നും ആർക്ക് റോളില്ല? അബ്സിസിക് ആസിഡിന് പ്രത്യേകിച്ച് റോളുകളൊന്നും തന്നെ ഇല്ല.
അതേസമയം അബ്സിസിക് ആസിഡ് ഏറ്റവും കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഏത് സമയത്താ? സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് റെസ്പോൺസുകളുടെ ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? പ്ലാന്റ്സിൽ അബ്സിസിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ആക്ട്സ് ആസ് എ സ്ട്രെസ് ഹോർമോൺ എന്നു പറയാം. ഒരു സ്ട്രെസ് ഹോർമോൺ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്? അബ്സിസിക് ആസിഡ് ആക്ട് ചെയ്യുന്നത്. ഇവിടെ മാറിപ്പോകരുത്, ഇവിടെ സ്റ്റൊമേറ്റൽ ഓപ്പണിംഗ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. പ്രൊമോട്ട്സ് സ്റ്റൊമേറ്റൽ ക്ലോഷർ എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ അത് നടക്കുന്നത് ഏത് മീഡിയേറ്റഡ് ആയിട്ടാണ്? അബ്സിസിക് ആസിഡ് മീഡിയേറ്റഡ് ആയിട്ടാണ് സ്റ്റൊമേറ്റയുടെ ക്ലോഷർ നടക്കുന്നത്. പക്ഷേ സ്റ്റൊമേറ്റയുടെ ഓപ്പണിംഗ് നടക്കുന്നത് അബ്സിസിക് ആസിഡ് മീഡിയേറ്റഡ് അല്ല. അതുകൊണ്ട് അത് മാറിപ്പോവരുത്. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അബ്സിസിക് ആസിഡ് ആക്ട്സ് ആസ് എ സ്ട്രെസ് ഹോർമോൺ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അബ്സിസിക് ആസിഡ് അക്യുമുലേറ്റ്സ് അണ്ടർ ഡ്രോട്ട്, salinity and cold stress and mediates adaptive responses. അപ്പൊ എന്താണ്? പ്ലാന്റിലെ ഏതെങ്കിലും സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ എന്താണ്? ഡ്രോട്ട് കണ്ടീഷൻസിലെ സലൈനിറ്റി, എക്സ്ട്രീം ആയിട്ടുള്ള സലൈൻ കണ്ടീഷൻസ് വരുമ്പോൾ, അതേപോലെ കോൾഡ് സ്ട്രെസ്, ടെമ്പറേച്ചർ സ്ട്രെസ്, ഇതേപോലെ സ്ട്രെസ് കണ്ടീഷൻസിലൊക്കെയാണ് പ്ലാന്റ്സിൽ എന്ത് ഫോം ചെയ്യുന്നത്? അബ്സിസിക് ആസിഡിന്റെ അക്യുമുലേഷൻ കൂടുതലായിട്ടും നടക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റൊമേറ്റൽ ക്ലോഷർ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു സ്ട്രെസ് മീഡിയേറ്റഡ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആണത്. എക്സ്ട്രീം ആയിട്ട് ഡ്രോട്ടും സലൈനിറ്റി ഒക്കെ വരുമ്പോൾ എന്താണ്? ട്രാൻസ്പിറേഷൻ വഴി വാട്ടർ ലോസ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ആ സമയം എന്ത് ചെയ്യണം? ആ പ്ലാന്റ്സിലെ ലീവ്സിലുള്ള സ്റ്റൊമേറ്റ ഒക്കെ എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്യണം, അല്ലെങ്കിൽ സ്റ്റൊമേറ്റയുടെ ക്ലോഷർ നടക്കണം. സ്റ്റൊമേറ്റയുടെ ക്ലോഷർ വഴി ട്രാൻസ്പിറേഷൻ മൂലമുണ്ടാകുന്ന ആ ഒരു വാട്ടർ ലോസിനെ എന്ത് ചെയ്യണം? റെഡ്യൂസ് ചെയ്യണം. അത് ആര് മീഡിയേറ്റഡ് ആയിട്ടാണ് നടക്കുന്നത്? അബ്സിസിക് ആസിഡ് മീഡിയേറ്റഡ് ആയിട്ടാണ് സ്റ്റൊമേറ്റൽ ക്ലോഷർ നടക്കുന്നത്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അബ്സിസിക് ആസിഡ് വാസ് ഒറിജിനലി നെയ്മഡ് ബിക്കോസ് ഇറ്റ് വാസ് ബിലീവ്ഡ് ടു ഇൻഡ്യൂസ്. അപ്പോൾ അബ്സിസിക് ആസിഡ് എന്ത് ചെയ്യാണ്? ഒറിജിനലി ഈ ഒരു അബ്സിസിക് ആസിഡ് എന്ന് പറയുന്നുള്ള നെയിം കിട്ടിയത് ഏത് രീതിയിലാണ്, എന്ത് ഇൻഡ്യൂസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് അതിന് അങ്ങനെ ഒരു നെയിം കിട്ടിയെന്നാണ് ബിലീവ് ചെയ്യുന്നത് എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. ഓപ്ഷൻസ് നോക്കുക. സെനസൻസ്, ഡോർമൻസി, അബ്സിഷൻ, ജെർമിനേഷൻ. ഒബ്വിയസ്ലി എന്താണ്? അബ്സിഷൻ. അപ്പോൾ അബ്സിഷനെ ഇൻഡ്യൂസ് ചെയ്യുന്ന ആളാണ് അബ്സിസിക് ആസിഡ് എന്ന് ബിലീവ് ചെയ്തിരുന്നു. അതിന്റെ ഒരു ഫലമായിട്ടാണ് എന്ത് ചെയ്തത്? ഈ ഹോർമോണിന് അബ്സിസിക് ആസിഡ് എന്ന് പേര് കൊടുത്തത്. നമ്മൾ ഇതിന്റെ ആ ഒരു ഐസൊലേഷൻ ഡിസ്കവറി ഒക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു 3 സയന്റിസ്റ്റുകൾ സെപ്പറേറ്റ് ആയിട്ട് പല സ്ഥലങ്ങളിൽ ഇരുന്നാണ് അബ്സിസിക് ആസിഡിനെ ഐഡന്റിഫൈ ചെയ്തത്. ആൻഡ് ഓരോരുത്തരും അതിന് ഓരോ നെയിം വെച്ച് കൊടുത്തു. ആൻഡ് ഒരാൾ അതിനെ ഇൻഹിബിൻ അല്ലെങ്കിൽ ഇൻഹിബിൻ ബി എന്ന് പറഞ്ഞു കൊടുത്തു, ഒരാൾ അതിന് അബ്സിഷൻ 2 എന്ന് പറഞ്ഞു കൊടുത്തു, ഒരാൾ ഡോർമിൻ എന്ന് പറഞ്ഞു കൊടുത്തു. ഡോർമൻസിക്ക് കാരണമാവുന്നതുകൊണ്ട് തന്നെ ഡോർമിൻ എന്ന് പറഞ്ഞ പേര് കൊടുത്തു. പിന്നീട് സ്റ്റഡീസ് ഒക്കെ നടത്തിയപ്പോഴാണ് ഈ 3ഉം കെമിക്കലിയും ഫങ്ഷണലിയും ഒക്കെ സിമിലർ ആണ് എന്ന് മനസ്സിലായത്. ഇവരുടെ കെമിക്കൽ സ്ട്രക്ചറുകളും ഒക്കെ സിമിലർ ആണെന്ന് മനസ്സിലാക്കി. അങ്ങനെ ഇതിന് 3നെയും കൂടെ എന്തെന്ന് വിളിച്ചു? അബ്സിസിക് ആസിഡ് എന്ന് വിളിച്ചു. ആൻഡ് ഓർക്കേണ്ട ഒരു കാര്യം, 3ഉം ഈ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിച്ചത് അവർക്ക് ഒരേ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇവരെന്താണ്? ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുക എന്നുള്ള ഫംഗ്ഷൻ ആയിരുന്നു ഇവർ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കോമൺ ആയിട്ട് കൊടുത്ത പേരാണ് എന്താ? അബ്സിസിക് ആസിഡ് എന്ന് പറഞ്ഞ് പേര് കൊടുത്തു. ആൻഡ് അബ്സിസിക് ആസിഡിനെ നമ്മൾ ഡോർമിൻസ് എന്നുകൂടെ അറിയപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതിന്റെ യൂസസ് പറഞ്ഞ സമയത്ത് ഡോർമിൻസ്, ഓൾസോ കോൾഡ് ആസ് ഡോർമിൻസ് എന്നുകൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇവിടെ അബ്സിസിക് ആസിഡിന് ആ നെയിം, ആ പെർട്ടിക്കുലർ ആയിട്ടുള്ള നെയിം കിട്ടാൻ കാരണം ഇറ്റ് ഈസ് ബിലീവ്ഡ് ടു ഇൻഡ്യൂസ് അബ്സിഷൻ ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സിലെ അബ്സിഷൻ ഇൻഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് അതിന് ആ ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള നെയിം പ്രൊവൈഡ് ചെയ്തത്. And correct answer option C ആണ്. And in explanation നോക്കുക. Abscisic acid was initially thought to promote abscission, hence the name, though this role is now considered indirect. അപ്പോൾ ഇനീഷ്യലി വിചാരിച്ചിരുന്നത് എന്താണ്? അബ്സിസിക് ആസിഡ് അബ്സിഷനെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണെന്നാണ് ഇനീഷ്യലി വിചാരിച്ചിരുന്നത്. അതുകൊണ്ടാണ് അതിന് എന്ത് പേര് കൊടുത്തത്? അബ്സിസിക് ആസിഡ് എന്ന പേര് കൊടുത്തത്. പക്ഷെ പിന്നീട് സ്റ്റഡീസ് ഒക്കെ വഴി കണ്ടെത്തി എന്താണ്? ഈ അബ്സിഷൻ ഉള്ളതിന്റെ റോൾ എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ആണെന്ന്. പക്ഷെ പേരെപ്പോഴും മാറ്റിയിട്ടില്ല. ഏത് തന്നെയാണ്?
അബ്സിസിക് ആസിഡ് എന്ന് തന്നെയാണ്. നമ്മളിത് ഇതേപോലെ നെയിം വന്നത് ഒരാളുടെ കൂടെ കാര്യം പറയായിരുന്നു. ഏതാണ്? ഗിബറലിൻസിന്റെ കാര്യം, അല്ലെങ്കിൽ ഗിബറലിക് ആസിഡിന്റെ കാര്യം. ഗിബറല്ല ഫിജിക്കോറി എന്ന് പറയുന്ന ആ ഒരു ഫംഗസിൽ നിന്നാണ് എന്തിനെ എക്സ്ട്രാക്ട് ചെയ്തത്? ഗിബറലിൻസിനെ എക്സ്ട്രാക്ട് ചെയ്തത്. ഓക്കെ, ആ ഫംഗസിന്റെ പ്രത്യേകത റൈസ് പ്ലാന്റുകളിൽ ബെക്കനെ അല്ലെങ്കിൽ ഫൂളിഷ് സീഡ്ലിംഗ് ഡിസീസ് കോസ് ചെയ്യുന്ന കോസേറ്റീവ് ഓർഗാനിസം ആണ് ഗിബറല്ല ഫിജിക്കോറി എന്ന് പറയുന്നത്. അപ്പൊ ഗിബറല്ല ഫിജിക്കോറിയിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തെടുത്തത് കൊണ്ട് നമ്മൾ അതിനെ ഗിബറലിൻസ് എന്ന് വിളിച്ചു. പക്ഷെ പിന്നീട് എന്താണ്, ഈ ഗിബറല്ല ഫിജിക്കോറിനെ ഇപ്പം ഫ്യുസേറിയം ഫിജിക്കോറി എന്നാണ് അറിയപ്പെടുന്നത്. സ്റ്റിൽ ഗിബറലിക് ആസിഡ്, ഗിബറല്ല ഫിജിക്കോറിയിൽ നിന്ന് ഇനീഷ്യലി ഐഡന്റിഫൈ ചെയ്ത ഗിബറലിക് ആസിഡിനെ നമ്മൾ എന്തെന്ന് തന്നെ വിളിക്കുന്നത്? ഗിബറലിൻസ് അല്ലെങ്കിൽ ഗിബറലിക് ആസിഡ് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അപ്പൊ ഓരോന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് ഏതൊക്കെയാണോ വരുന്നത് അതെല്ലാത്തിനെയും നമ്മൾ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ABA ബയോസിന്തസിസ് occurs via cleavage of. അപ്പൊ എന്താണ് ABAയുടെ ബയോസിന്തസിസ് എന്തിന്റെ ക്ലീവേജ് വഴിയാണ് നടക്കുന്നത്? എന്റെ ഓപ്ഷൻസ് നോക്കുക. ഗിബറലിൻസ്, കെരോട്ടിനോയിഡ്സ്, ഫാറ്റി ആസിഡ്സ്, സ്റ്റീറോൾസ്. അപ്പൊ നമ്മൾ ഇച്ചിരി മുമ്പ് കൂടെ പറഞ്ഞതേ ഉള്ളൂ. എന്താണ്? ഏതിന്റെ ക്ലീവേജ് വഴിയാണ്? പ്ലാസ്റ്റിഡ്സിൽ വെച്ച് കെരോട്ടിനോയിഡ്സിന് ക്ലീവേജ് സംഭവിക്കുന്നു. അതുവഴി ഒരുപാടധികം ഇന്റർമീഡിയറ്റുകൾ ഉണ്ടാകുന്നു. ആൻഡ് ഫൈനലി ഫോം ചെയ്യുന്ന ഇന്റർമീഡിയറ്റ് സൈറ്റോസോളിലേക്ക് വരുന്നു. ആൻഡ് സൈറ്റോസോളിൽ വെച്ച് അബ്സിസിക് ആസിഡ് ഫോം ചെയ്യുന്നു. ആൻഡ് ഏതിനാണ്? അബ്സിസിക് ആസിഡ് occurs via the cleavage of കെരോട്ടിനോയിഡ്സ്. കെരോട്ടിനോയിഡ്സിന് ക്ലീവേജ് വഴിയാണ് എന്ത് ഫോം ചെയ്യുന്നത്? അബ്സിസിക് ആസിഡ് ഫോം ചെയ്യുന്നത്. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി ആണ്. എക്സ്പ്ലനേഷൻ നോക്കുക. അബ്സിസിക് ആസിഡ് ഈസ് സിന്തസൈസ്ഡ് ഫ്രം കാർബൺ 40 എപ്പോക്സി കെരോട്ടിനോയിഡ്സ് സച്ച് ആസ് വയോളാസാന്തിൻ ആൻഡ് നിയോസാന്തിൻ. ഓക്കെ, അപ്പൊ കെരോട്ടിനോയിഡ്സ് എവിടെയാണ് സിന്തസൈസ് ചെയ്യുന്നത്? 40 കാർബണുകളുള്ള എപ്പോക്സി കെരോട്ടിനോയിഡ്സ് ആയിട്ടുള്ള വയോളാസാന്തിനിൽ നിന്നും നിയോക്സാന്തിനിൽ നിന്നും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന അബ്സിസിക് ആസിഡ് ഫോം ചെയ്യുന്നത്. ഈ കെരോട്ടിനോയിഡ്സിന് ക്ലീവേജ് നടന്നിട്ടാണ് അബ്സിസിക് ആസിഡ് ഫോം ചെയ്യുന്നത്. ഈ സ്റ്റെപ്പുകളൊക്കെ ഏത് ഓർഗനലിലാണ് നടക്കുന്നതെന്ന് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദി കീ റേറ്റ് ലിമിറ്റിംഗ് എൻസൈം ഇൻ അബ്സിസിക് ആസിഡ് ബയോസിന്തസിസ് ഈസ്. അബ്സിസിക് ആസിഡിന്റെ ബയോസിന്തസിസ് പറഞ്ഞപ്പോൾ അതിലൊരു റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പിനെ പറ്റി നമ്മൾ പറഞ്ഞു. ആ റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പിനെ എന്ത് ചെയ്യുന്ന കാറ്റലൈസ് ചെയ്യുന്ന കീ എൻസൈം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കുക. റുബിസ്കോ, സിയാസാന്തിൻ എപ്പോക്സിഡേസ്, NCED and ABA ഓക്സിഡേസ്. അപ്പോൾ അബ്സിസിക് ആസിഡിന്റെ ബയോസിന്തസിസ് പറഞ്ഞ സമയത്ത് നമ്മൾ ആ പ്ലാസ്റ്റിഡ്സിലെ ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പാണ് അതിന്റെ കീ സ്റ്റെപ്പ് എന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ അതിന്റെ റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു. അപ്പൊ ആ റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പിനെ എന്ത് ചെയ്യുന്ന കാറ്റലൈസ് ചെയ്യുന്ന ഒരു എൻസൈമിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമിന് സിസ് ഫോമിൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ? ആ ഫോം ചെയ്യുന്ന ആ ഒരു പ്രോഡക്റ്റിനെ ക്ലീവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് എന്ത് വയോളാസാന്തിൻ സിസ് ഫോമിലും ട്രാൻസ്ഫോമിലും എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആ ട്രാൻസ്ഫോമിൽ നിന്ന് അതിനെ എന്ത് ചെയ്യുന്നുണ്ട്? സ്ട്രെസ് മീഡിയേറ്റഡ് ആയിട്ടുള്ള റെസ്പോൺസിന്റെ ഫലമായിട്ട് അത് സിസ് ഫോമിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ആ സിസ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത ഇന്റർമീഡിയറ്റിനെ ക്ലീവ് ചെയ്യാൻ വരുന്ന ആ ഒരു റേറ്റ് ലിമിറ്റിംഗ് എൻസൈം ആണ് ഏതെന്ന് പറയുന്നത്? ഓപ്ഷൻ സി, NCED എന്ന് പറയുന്നത്. ആൻസർ നോക്കുക. NCED എന്ന് പറയുന്ന എൻസൈം ആണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പിനെ കാറ്റലൈസ് ചെയ്യുന്നത്. എക്സ്പ്ലനേഷൻ നോക്കുക. 9-cis എപ്പോക്സി കെരോട്ടിനോയിഡ് ഡയോക്സിജനേസ്. ഓക്കെ, NCED എന്ന് പറഞ്ഞാൽ എന്താ? 9-cis epoxy carotenoid dioxygenase controls ABA synthesis and is induced by drought stress. Drought stress mediated ആയിട്ട് ഇൻഡ്യൂസ്ഡ് ആവുന്ന ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള എൻസൈം ആണ് NCED എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 9-cis epoxy carotenoid dioxygenase എന്ന് പറയുന്നത്. ഓക്കെ, and sixth question നോക്കുക. The immediate C15 precursor of abscisic acid.
അബ്സിസിക് ആസിഡിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള C15 പ്രീകേഴ്സർ എന്ന് പറയുന്നത് ഏതാണ്? ഇമ്മീഡിയറ്റ് പ്രീകേഴ്സറാ ചോദിച്ചിരിക്കുന്നത്. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് പിന്നെ ഇന്റർമീഡിയറ്റുകൾ, നമ്മൾ ഇന്നലെയും ഇമ്മീഡിയറ്റ് പ്രീകേഴ്സറിന്റെ കാര്യം പറഞ്ഞു. പിന്നീട് അതിന്റെ ഇടയിൽ എന്തുണ്ടാവുന്നില്ല? വേറെ ഇന്റർമീഡിയറ്റുകളൊന്നും ഉണ്ടാവുന്നില്ല. ഡയറക്റ്റ് ആയിട്ട് ഈ പ്രീകേഴ്സറിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? അബ്സിസിക് ആസിഡിന്റെ ഫോർമേഷൻ ആണ് നടക്കുന്നത്. ഏതാണ്? ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻ എ നിയോസാന്തിൻ, ഓപ്ഷൻ ബി വയോളസാന്തിൻ, ഓപ്ഷൻ സി സാന്തോക്സിൻ ആൻഡ് ഓപ്ഷൻ ഡി ABA ആൽഡിഹൈഡ്. ഏതിൽ നിന്നാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തുണ്ടാകുന്ന അബ്സിസിക് ആസിഡ് ഉണ്ടാവുന്നത്? നമ്മൾ പറഞ്ഞ ആ റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പിൽ ഫൈനലി ഫോം ചെയ്യുന്ന ഏതാണ്? സാന്തോക്സിൻ എന്ന് പറയുന്ന ഒരു ഇൻഹിബിറ്റർ ആണ് അവിടെ ഫോം ചെയ്യുന്നത്. 15 കാർബണുകളുള്ള ഒരു ഇൻഹിബിറ്റർ ആണ് സാന്തോക്സിൻ എന്ന് പറയുന്നത്. ഈ സാന്തോക്സിൻ ആണ് ഇവിടെ ഫൈനൽ ആയിട്ട് പ്ലാസ്റ്റിഡ്സിൽ ഫോം ചെയ്യുന്ന ആ ഒരു ഫൈനൽ ആയിട്ടുള്ള ആളാണ് ആരെന്ന് പറയുന്നത്? സാന്തോക്സിൻ എന്ന് പറയുന്നത്. ഈ സാന്തോക്സിൻ പിന്നീട് എങ്ങോട്ടേക്ക് വരുന്നു? സൈറ്റോസോളിലേക്ക്. ഫോം ചെയ്ത അപ്പൊ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു? സൈറ്റോസോളിലേക്ക് മൂവ് ചെയ്യുന്നു. സൈറ്റോസോളിൽ വെച്ച് സാന്തോക്സിൻ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ABA ആൽഡിഹൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ABA ആൽഡിഹൈഡ് എന്തായിട്ട് മാറുന്നുണ്ട്? അബ്സിസിക് ആസിഡ് ആയിട്ട് ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ദി ഇമ്മീഡിയറ്റ് പ്രീകേഴ്സർ ഓഫ് ABA എന്ന് പറയുന്നത് ഏതാണ്? ABA ആൽഡിഹൈഡ് ആണ്. ഓക്കെ, ABA ആൽഡിഹൈഡിൽ നിന്നല്ലേ ഡയറക്റ്റ് ആയിട്ട് അബ്സിസിക് ആസിഡ് ഫോം ചെയ്യുന്നത്. അപ്പോ അബ്സിസിക് ആസിഡിന്റെ ഒരു ഇമ്മീഡിയറ്റ് പ്രീകേഴ്സർ എന്ന് പറയുന്നത് ഏതാണ്? ABA ആൽഡിഹൈഡ് ആണ്. ആൻസർ ഡി ആണ്. ഓപ്ഷൻസ് എക്സ്പ്ലനേഷൻ നോക്കുക. സാന്തോക്സിൻ ഈസ് കൺവേർട്ടഡ് ടു ABA ആൽഡിഹൈഡ് വിച്ച് ഈസ് ഫൈനലി ഓക്സിഡൈസ്ഡ് ടു ABA ഇൻ ദി സൈറ്റോസോൾ. ഓർക്കുക, പ്ലാസ്റ്റിഡില് ഏറ്റവും ഫൈനൽ ആയിട്ട് ഫോം ചെയ്യുന്ന ആ ഒരു പ്രോഡക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്? കരോട്ടിനോയിഡിന്റെ ക്ലീവേജ് നടന്നിട്ട് ഫൈനലി ഫോം ചെയ്യുന്നത് ഏതാണ്? സാന്തോക്സിൻ ആണ്. ഫോം ചെയ്ത ഉടനെ തന്നെ സാന്തോക്സിൻ എങ്ങോട്ടേക്ക് വരും? സൈറ്റോസോളിലേക്ക് വരും. സൈറ്റോസോളിൽ വെച്ച് സാന്തോക്സിൻ ഈസ് കൺവേർട്ടഡ് ടു ABA ആൽഡിഹൈഡ് ആൻഡ് വിച്ച് ഈസ് ഫൈനലി ഓക്സിഡൈസ്ഡ് ടു ABA. ഇതെല്ലാം നടക്കുന്നത് എവിടെയാണ്? സൈറ്റോസോളിലാണ്. അപ്പൊ ഒരു സൈറ്റ് ഓഫ് ABA, ഫങ്ഷണൽ ABA സിന്തസിസ് എന്ന് പറയുന്നത് എപ്പോഴും ഏതായിരിക്കും? സൈറ്റോസോൾ ആയിരിക്കും. ഏർലി സ്റ്റെപ്പുകൾ നടക്കുന്നത് എപ്പോഴും എവിടെ വെച്ചിട്ടായിരിക്കും? പ്ലാസ്റ്റിഡ്സിൽ വെച്ചിട്ടായിരിക്കും. സെയിം ആ ക്വസ്റ്റ്യൻ തന്നെയാണ് അടുത്തതിൽ ചോദിച്ചിരിക്കുന്നത്. ദി ഏർലി സ്റ്റെപ്സ് ഓഫ് ABA ബയോസിന്തസിസ് ഒക്വർ ഇൻ. ഏർലി സ്റ്റെപ്പുകൾ, അബ്സിസിക് ആസിഡിന്റെ ബയോസിന്തസിസിന്റെ ഏർലി സ്റ്റെപ്പുകൾ നടക്കുന്നത് ഏത് സെൽ ഓർഗനലിൽ വെച്ചിട്ടാണ്? ഏതിലാ? ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻ എ സൈറ്റോസോൾ, ഓപ്ഷൻ ബി മൈറ്റോകോൺട്രിയ, ഓപ്ഷൻ സി പ്ലാസ്റ്റിഡ്സ് ആൻഡ് ഓപ്ഷൻ ഡി ന്യൂക്ലിയസ്. ഇതിൽ എവിടെ വെച്ചിട്ടാണ് ഏർലി സ്റ്റെപ്പുകൾ നടക്കുന്നത്? നമ്മൾ ഇപ്പൊ കൂടെ പറഞ്ഞതേ ഉള്ളൂ. ഏർലി സ്റ്റെപ്പുകളാണെങ്കിൽ അത് നടക്കുന്നത് അപ് ടു എന്തിന്റെ ഫോർമേഷൻ വരെ? സാന്തോസിന്റെ ഫോർമേഷൻ വരെ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? പ്ലാസ്റ്റിഡ്സിൽ വെച്ചിട്ടാണ്. അതിനുശേഷം സാന്തോസിൻ എങ്ങോട്ടേക്ക് പോകും? സൈറ്റോസോളിലേക്ക് പോയിട്ട് ഫങ്ഷണൽ ആയിട്ടുള്ള അബ്സിസിക് ആസിഡിന്റെ ഫോർമേഷൻ സൈറ്റോസോളിൽ വെച്ച് നടക്കും. ആൻഡ് ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാ? ഓപ്ഷൻ സി പ്ലാസ്റ്റിഡ്സ് ആണ്. കരോട്ടിനോയിഡ് സിന്തസിസ് ആൻഡ് ക്ലീവേജ് ടേക്ക് പ്ലേസ് ഇൻ പ്ലാസ്റ്റിഡ്സ്. കരോട്ടിനോയിഡിന്റെ സിന്തസിസും അതേപോലെ എന്താണ് കരോട്ടിനോയിഡിന്റെ ക്ലീവേജും ഒക്കെ നടക്കുന്നത് എവിടെയാണ്? പ്ലാസ്റ്റിഡ്സിൽ വെച്ചിട്ടാണ്. വൈൽ ഫൈനൽ സ്റ്റെപ്സ് ഒക്വർ ഇൻ സൈറ്റോസോൾ. പക്ഷെ ഫൈനൽ സ്റ്റെപ്പ് ആണെങ്കിൽ അത് എവിടെ വെച്ചിട്ടായിരിക്കും? സൈറ്റോസോളിൽ വെച്ചിട്ടായിരിക്കും നടക്കുന്നത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ABA റിസപ്റ്റേഴ്സ് ബിലോങ് ടു ദി ഫാമിലി. അബ്സിസിക് ആസിഡിന്റെ റിസപ്റ്ററുകളെ പറ്റി നമ്മൾ പറഞ്ഞായിരുന്നു. ആ റിസപ്റ്ററുകൾക്ക് കുറച്ച് പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ABA റിസപ്റ്ററുകള് പ്രധാനമായിട്ടും എവിടെയാണ് ഏത് ഫാമിലിയിൽ ബിലോങ് ചെയ്യുന്നവരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഓപ്ഷൻസ് നോക്കുക. ഹിസ്റ്റഡീൻ കൈനേസസ്, GPCRs, PYR, PYL, RCAR പ്രോട്ടീൻസ്, എഫ്ബോക്സ് പ്രോട്ടീൻസ്. ഇതിൽ ഏതാണെന്നാ ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരാം. എന്താണ് ഈ GPCR റിലേറ്റഡ് ആയിട്ടുള്ള ഒരു GPCR ലൈക്ക് ഒരു പ്രോട്ടീനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു റിസപ്റ്ററിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്ലാസ്മ മെംബ്രെയിനിൽ കാണുന്ന. പക്ഷെ ഇത് GPCRകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എക്സാക്ട് GPCRകൾ അല്ല എവിടെ വരുന്നത്? പ്ലാസ്മ മെംബ്രെയിനിൽ വരുന്നത്. അപ്പോൾ എക്സാക്ട് കറക്റ്റ് ആയിട്ടുള്ള ABAയുടെ ഒരു റിസപ്റ്റർ എന്ന് പറയുന്നത് ഈ ഓപ്ഷനിൽ കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ എന്ന് പറയുന്നത് ഏതാണ്?
PYR, PYL, RCAR പ്രോട്ടീൻസ് ആണ്. അപ്പൊ മെയിൻ ആയിട്ടും ABയുടെ റിസപ്റ്ററുകളുടെ പ്രത്യേകത 4 ലൊക്കേഷൻസിലാണ് കാണുന്നത്. 4 ലൊക്കേഷൻസിലായിട്ട് 3 റിസപ്റ്ററുകളാണ് ആർക്കുള്ളത്? അബ്സിസിക് ആസിഡിനുള്ളത്. അതിൽ 2 ലൊക്കേഷനിൽ കാണുന്ന ഒരു റിസപ്റ്ററാണ് ഏത്? PYR, PYL, RCAR പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. അബ്സിസിക് ആസിഡിന്റെ നമ്മൾ പഠിച്ചപ്പോഴത്തേക്ക് അതിന്റെ എന്താണ് മോഡ് ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ സിഗ്നലിങ്ങും അതേപോലെ അത് എങ്ങനെയാണ് സ്റ്റൊമേറ്റൽ ക്ലോഷറിങ്ങിന് കാരണമാകുന്നത് എന്നുള്ളതൊക്കെ ഏത് റിസപ്റ്റർ മീഡിയേറ്റഡ് മെക്കാനിസം വഴിയാണ് നമ്മൾ പഠിച്ചത്? ഈ പറയുന്ന PYR, PYL, RCAR റിസപ്റ്റർ മീഡിയേറ്റഡ് ആയിട്ടുള്ള മെക്കാനിസംസ് വഴിയാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയത്. അതേപോലെ ഈ ഒരു റിസപ്റ്റർ പ്രധാനമായിട്ടും എവിടെയൊക്കെ കാണുന്നുണ്ട്? സൈറ്റോപ്ലാസത്തിലും കാണുന്നുണ്ട്, അതേപോലെ ന്യൂക്ലിയസിലും കാണുന്നുണ്ട്. അങ്ങനെ 2 ലൊക്കേഷൻസിലാണ് ഈ ഒരു റിസപ്റ്ററിന് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കുക. അബ്സിസിക് ആസിഡ് ഈസ് പെർസീവ്ഡ് ബൈ PYR, PYL, RCAR receptors which inhibit PP2C phosphatases. അപ്പോൾ ഫോസ്ഫറ്റൈസസും കൈനേസസും ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു മോഡ് ഓഫ് അബ്സിസിക് ആസിഡിന്റെ മോഡ് ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ സിഗ്നലിങ്ങിന്റെ മാസ്റ്റർ റെഗുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ PP2C എന്ന് പറയുന്ന ഫോസ്ഫറ്റൈസസും SNRK2 എന്ന് പറയുന്ന കൈനേസസുകളുമാണ് പ്രധാനമായിട്ടുള്ളത്. കൈനേസസ് എന്ത് ചെയ്യുന്നുണ്ട്? ഫോസ്ഫോറൈലേഷൻ കൊടുക്കുന്നുണ്ട്. PP2C ഫോസ്ഫറ്റൈസസ് എന്ത് ചെയ്യുന്നുണ്ട്? ഫോസ്ഫോറൈലേഷനെ റിമൂവ് ചെയ്ത് കളയുന്നുണ്ട്. ഇങ്ങനെ 2 ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ചെയ്യുന്നവരാണ് ഫോസ്ഫറ്റൈസസും അതേപോലെ കൈനേസസും. ആൻഡ് ഇവിടെ അബ്സിസിക് ആസിഡിന്റെ പെർസെപ്ഷൻ നടക്കുന്നത് ഏത് റിസപ്റ്ററുകൾ വഴിയാണ്? PYR, PYL, RCAR റിസപ്റ്ററുകൾ വഴിയാണ് അബ്സിസിക് ആസിഡിന്റെ പെർസെപ്ഷൻ നടക്കുന്നത്. ആൻഡ് ഈ ഒരു അബ്സിസിക് ആസിഡ് വന്നിട്ട് ഈ ഒരു റിസപ്റ്ററിൽ വന്ന് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റിസപ്റ്റർ മീഡിയേറ്റഡ് ആയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? PP2C എന്ന് പറയുന്ന ഫോസ്ഫറ്റൈസിനെ പോയിട്ട് ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 9. ബൈൻഡിങ് ഓഫ് അബ്സിസിക് ആസിഡ് ടു ഇറ്റ്സ് റിസപ്റ്റർ ലീഡ്സ് ടു ഇൻഹിബിഷൻ ഓഫ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്? അബ്സിസിക് ആസിഡ് എന്ത് ചെയ്യാണ്? റിസപ്റ്ററിൽ വന്ന് ബൈൻഡ് ചെയ്യാണ്. അത് മീഡിയേറ്റഡ് ആയിട്ട് നടക്കുന്ന ഫസ്റ്റ് ഒരു റെസ്പോൺസ് എന്ന് പറഞ്ഞത് എന്തായിരിക്കും? നോക്കുക. ഓപ്ഷൻ എ മാപ് കൈനേസസ്. എന്തിന്റെ ഇൻഹിബിഷൻ ആണ് കാരണമാകുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. മാപ് കൈനേസസ്, PP2C ഫോസ്ഫറ്റൈസസ്, CDPase, RBOH. എന്തായിരിക്കും അവിടെ നടക്കുന്നത്? അതിപ്പോ നമ്മൾ ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. എന്താണ്? PP2C ഫോസ്ഫറ്റൈസിനെ എന്ത് ചെയ്യാണ്? ഇൻഹിബിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുന്നത്. അബ്സിസിക് ആസിഡ് റിസപ്റ്റർ കോംപ്ലക്സുകൾ ചേർന്നിട്ട് എന്തിനെ ഐഡന്റിഫൈ ചെയ്യുന്നു? PP2C ഫോസ്ഫറ്റൈസുകൾ ഐഡന്റിഫൈ ചെയ്യുന്നു. അതിലേക്ക് പോയിട്ട് ബൈൻഡ് ചെയ്യുന്നു. അതുവഴി PP2C ഫോസ്ഫറ്റൈസസിനെ ഇൻഹിബിറ്ററി ഫംഗ്ഷൻ കാണിച്ചുകൊണ്ടിരുന്ന PP2C ഫോസ്ഫറ്റൈസസിനെ എന്ത് ചെയ്യുന്നുണ്ട്? ബൈൻഡ് ചെയ്ത് ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ PP2C ഫോസ്ഫറ്റൈസസ് എന്താണ്? SNRK2 ഫോസ്ഫോറൈലേഷനെ എന്താണ്? ക്ലീവ് ചെയ്ത് കളഞ്ഞിട്ട് SNRK2 എന്ന് പറയുന്ന കൈനേസുകളെ എന്ത് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു? ബ്ലോക്ക് ചെയ്ത് അല്ലെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. എപ്പോഴാണോ അബ്സിസിക് ആസിഡ് പ്രസന്റ് ആവുന്നത്, അബ്സിസിക് ആസിഡ് റിസപ്റ്ററിൽ പോയി ബൈൻഡ് ചെയ്യുന്നു. അത് മീഡിയേറ്റഡ് ആയിട്ട് PP2C ഇൻഹിബിറ്റഡ് ആവുന്നു. ആൻഡ് SNRK2 ഇൻഹിബിഷൻ മാറി SNRK2 അവിടെ ഫ്രീ ആകുന്നു. SNRK2 എന്ന് പറയുന്ന കൈനേസുകൾ ഫ്രീ ആകുമ്പോൾ അതിന്റെ ഡൗൺ സ്ട്രീം ആയിട്ടുള്ള BSIP, ബാക്കി സ്റ്റൊമേറ്റൽ അപ്പേർച്ചറിലുള്ള ചാനലുകൾ, അയോൺ ചാനലുകൾ, ഇതെല്ലാം എന്ത് ചെയ്യാണ്? ഇത് മീഡിയേറ്റഡ് ആയിട്ട് എന്താണ്? അതിനുള്ള ഇൻഹിബിഷൻ ഒക്കെ മാറി അത് ആക്ടിവേറ്റ് ആകുകയാണ് ചെയ്യുന്നത്. ആൻഡ് അബ്സിസിക് ആസിഡ് റെസ്പോൺസുകൾ പ്ലാന്റിൽ കാണിക്കുന്നു. ഇത്രയുമാണ് ഏതിൽ വരുന്നത്? അബ്സിസിക് ആസിഡിന്റെ ഒരു മോഡ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ആൻസർ ബി ആണ്. ABA receptor complex inhibits PP2C's releasing SNRK2 kinases from repression. അപ്പോൾ അബ്സിസിക് ആസിഡ് റിസപ്റ്റർ കോംപ്ലക്സുകൾ പോയിട്ട് PP2Cനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. അതുവഴി SNRK2 കൈനേസുകൾ റിപ്രഷനിൽ നിന്ന് റിലീസ് ആവുന്നു. അവരുടെ ഡൗൺ സ്ട്രീം ആയിട്ടുള്ള ജീനുകൾ ആക്റ്റീവ് ആകുന്നു. അബ്സിസിക് ആസിഡ് റെസ്പോൺസ് നടക്കുന്നു. അപ്പൊ ഇതാണ് ആൻസർ. PP2C ഫോസ്ഫറ്റൈസസ് ആണ്.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദി സെൻട്രൽ കൈനേസ് ഇൻവോൾവ് ഇൻ അബ്സിസിക് ആസിഡ് സിഗ്നലിംഗ് ഡ്യൂറിങ് സ്റ്റൊമേറ്റൽ ക്ലോഷർ. സ്റ്റൊമേറ്റൽ ക്ലോഷറിന്റെ സമയത്ത് എന്താണ് അബ്സിസിക് ആസിഡിന്റെ സിഗ്നലിന്റെ ഫലമായിട്ട് സ്റ്റൊമേറ്റൽ ക്ലോഷർ നടക്കുന്നു. ആൻഡ് ദി സെൻട്രൽ കൈനേസ് ഇൻവോൾവ് ഇൻ അബ്സിസിക് ആസിഡ് സിഗ്നലിംഗ്. ആ സ്റ്റൊമേറ്റൽ ക്ലോഷറിലുള്ള ആ ഒരു സെൻട്രൽ കൈനേസ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് ബ്രാക്കറ്റിൽ നമ്മുടെ ആ കൈനേസിനെ കൊടുത്തിരിക്കുന്നത്. എക്സാമിന് അങ്ങനെ ബ്രാക്കറ്റിൽ തരും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഏതാണ് കൈനേസ്, ഏതാണ് ഫോസ്ഫേറ്റേസ് എന്ന് കൃത്യമായി ഓർത്തിരിക്കുക. ആൻഡ് ഇവിടെ ഏത് കൈനേസുകളാണ് സ്റ്റൊമേറ്റൽ ക്ലോഷറിൽ അല്ലെങ്കിൽ സ്റ്റൊമേറ്റൽ ക്ലോഷറിന്റെ സമയത്ത് അബ്സിസിക് ആസിഡ് മീഡിയേറ്റഡ് ആയിട്ട് അബ്സിസിക് ആസിഡ് സിഗ്നലിംഗ് കാണിക്കാനായിട്ട് ഇൻവോൾവ് ആകുന്നത്? ഓപ്ഷൻസ് നോക്കുക. CDPK, MAP കൈനേസ്, OST1, PKA. ഓക്കെ, ഇതിലേത് കൈനേസ് ആണ് ആക്ടിവേറ്റ് ആകുന്നത്? SNRK2 എന്ന് പറഞ്ഞ് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അത് ഏതാണ് കൈനേസ്. OST1 എന്നുള്ളതാണ് കൈനേസ്. ഓക്കെ, സ്റ്റൊമേറ്റൽ ക്ലോഷറിന്റെ സമയത്ത് ഇൻവോൾവ് ആകുന്ന കൈനേസുകളാണ് ഏത്? OST1 എന്ന് പറയുന്നത്. ഓക്കെ, ആൻസർ സി ആണ്. OST1 ഫോസ്ഫോറൈലേറ്റ്സ് അയോൺ ചാനൽസ് ആൻഡ് RBOH ടു മീഡിയേറ്റ് ABA റെസ്പോൺസസ്. അപ്പൊ എന്താണ് സ്റ്റൊമേറ്റൽ ക്ലോഷറിന്റെ സമയത്ത് അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ പറയുന്ന OST1 എന്ന് പറയുന്ന കൈനേസുകൾ എപ്പോഴും എന്താ ചെയ്യുന്നത്? ഫോസ്ഫോറൈലേഷൻ കൊടുക്കുന്നവരാണ്. നമ്മൾ പറഞ്ഞു PP2C അബ്സിസിക് ആസിഡും റിസപ്റ്ററും കൂടെ ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്താണ് ഈ OST1 എന്ന് പറയുന്ന കൈനേസ് സ്റ്റൊമേറ്റൽ അപ്പേർച്ചറിൽ എന്ത് ചെയ്യാണ്? സ്റ്റൊമേറ്റൽ അപ്പേർച്ചറിലുള്ള സെല്ലുകളിൽ ആക്റ്റീവ് ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആക്റ്റീവായ കൈനേസ് ചെയ്യുന്നത് എന്താണ്? RBOH അതേപോലെയുള്ള അവിടെയുള്ള ആ സ്റ്റൊമേറ്റൽ അപ്പേർച്ചറുള്ള അയോൺ ചാനലുകളൊക്കെ ഇനീഷ്യലി അവർ ചെയ്യുന്നത് സ്റ്റൊമേറ്റൽ അപ്പേർച്ചറുള്ള അയോൺ ചാനലുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഓപ്പൺ ആക്കുന്നുണ്ട്. അങ്ങനെ ഓപ്പൺ ആകുമ്പോൾ അവിടെ എന്താണ് ഒരു CA2+ ചാനല് സ്റ്റൊമേറ്റൽ അപ്പേർച്ചറിന്റെ മെംബ്രെയിനിൽ എന്ത് ചെയ്യാണ്? ഓപ്പൺ ആകുകയാണ്. അങ്ങനെ CA2+ ഒരു ഇൻഫ്ലക്സ് അവിടെ നടക്കുകയാണ്. CA2+ എന്താണ്? സ്റ്റൊമേറ്റൽ അപ്പേർച്ചറിലുള്ള സെല്ലുകളിൽ എന്ത് ചെയ്യാണ്? CA2+ എമൗണ്ട് ഇൻക്രീസ് ചെയ്യുകയാണ്. CA2+ ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ എന്ത് ഫോർമേഷൻ നടക്കുന്നുണ്ട്? അവിടെ RBOH ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ഈ SNRK2 അല്ലെങ്കിൽ OST1 എന്ന് പറയുന്ന കൈനേസ് മീഡിയേറ്റഡ് ആയിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? RBOH ഫോം ചെയ്യുന്നത്. RBOH എന്ത് ചെയ്യുന്നുണ്ട്? ചില റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസുകളെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഫോം ചെയ്യിക്കുന്നുണ്ട്. ഹൈഡ്രജൻ പെറോക്സൈഡ്, സൂപ്പർ ഓക്സൈഡ്സ് പോലെയുള്ള റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസുകൾ അവിടെ ഫോം ചെയ്യുന്നു. ഈ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസുകൾ എന്തിനു കാരണമാകുന്നു? അവർ മീഡിയേറ്റഡ് ആയിട്ടാണ് കാൽസ്യം ചാനലുകൾ ഓപ്പൺ ചെയ്യുന്നത്. അങ്ങനെ ഇതെന്താണ്? എല്ലാ രീതിയിലും കാൽസ്യം ചാനൽ ഓപ്പൺ ആവുന്നുണ്ട്, അകത്തേക്ക് കാൽസ്യം എൻ്റർ ചെയ്യുന്നുണ്ട്. റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് മീഡിയേറ്റഡ് ആയിട്ടാണ് അല്ലെങ്കിൽ RBOH ആണ് ROSന് റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസുകളുടെ ഫോർമേഷന് കാരണമാകുന്നത്. അത് മീഡിയേറ്റഡ് ആയിട്ടാണ് കാൽസ്യം ചാനൽ ഓപ്പൺ ആകുന്നത്. ആൻഡ് ഇങ്ങനെ ഇതെല്ലാം എന്താണ്? നമ്മുടെ ഈ OST1 എന്ന് പറയുന്ന നമ്മുടെ കൈനേസുകളുടെ ഒരു ഫോസ്ഫോറൈലേഷൻ കൊണ്ടുണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ്. ഓക്കെ, ഡൗൺ സ്ട്രീം ആയിട്ട് നടക്കുന്ന ബാക്കിയുള്ള ചേഞ്ചുകളാണ്. അങ്ങനെ എന്ത് നടക്കുന്നുണ്ട്? കാൽസ്യത്തിന്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ ആ കാൽസ്യത്തിന്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ടുള്ള ആ ഒരു ചേഞ്ചുകളൊക്കെ അവിടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അതോടൊപ്പം തന്നെ എന്താണ്? ആ ഒരു അപ്പേർച്ചറിലുള്ള ആനയോൺസ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. ആനയോൺസുകൾ പോകുന്നുണ്ട്. K+ ചാനൽ ഓപ്പൺ ചെയ്തിട്ട് K+ എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള ആ സ്റ്റൊമേറ്റൽ അപ്പേർച്ചറിന്റെ എന്ത് നടക്കുകയാണ്? അല്ലെങ്കിൽ അവിടെയുള്ള സെല്ലുകൾക്ക് ഡീപോളറൈസേഷൻ നടക്കുകയാണ്. ഓക്കെ, അങ്ങനെ സെല്ലുകളുടെ ഡീപോളറൈസേഷൻ ഒക്കെ നടന്നു കഴിയാൻ നേരത്ത് അവിടെ എന്താണ്? ആ ഒരു ടർഗർ പ്രഷറിനുള്ള വേരിയേഷൻ വരുന്നു. ഓക്കെ, വാട്ടറും എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു സ്റ്റൊമേറ്റൽ അപ്പേർച്ചറിൽ നിന്ന് അവിടെയുള്ള സെല്ലുകളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. ആ സ്റ്റൊമേറ്റൽ അപ്പേർച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? ഫ്ലാസിഡ് ആകുന്നുണ്ട്. അതുവഴി സ്റ്റൊമേറ്റൽ ക്ലോഷർ നടക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞായിരുന്നു. ഇതിനൊക്കെ H+ATPase കൂടെ ആരെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്? ഇത് മീഡിയേറ്റഡ് ആയിട്ട് ഈ കാൽസ്യത്തിന്റെ എമൗണ്ട് കൂടുന്നത് മീഡിയേറ്റഡ് ആയിട്ട് H+ATPase കൂടെ അവിടെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ്? ആ ഒരു മെംബ്രെയിൻ്റെ ഒന്നും ഹൈപ്പർ പോളറൈസേഷൻ നടക്കില്ല. ഓക്കെ, ഹൈപ്പർ പോളറൈസേഷൻ നടക്കാത്തതുകൊണ്ട് തന്നെ വീണ്ടും സെല്ലുകൾ ഡിപോളറൈസ്ഡ് കണ്ടീഷനിൽ തന്നെ നിൽക്കുന്നു. അപ്പൊ ഇതൊക്കെ നടക്കുന്നത് എന്ത് മീഡിയേറ്റഡ് ആയിട്ടാണ്? ഡ്രോട്ട് അല്ലെങ്കിൽ സലൈനിറ്റി പോലുള്ള സ്ട്രെസ് മീഡിയേറ്റഡ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു
മെക്കാനിസമാണ് സ്റ്റൊമേറ്റൽ ക്ലോഷർ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ട്രാൻസ്ക്രിപ്ഷൻ വഴിയുള്ള വാട്ടർ ലോസിനെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നടക്കുന്ന മെക്കാനിസംസ് ആണ്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, 11th ക്വസ്റ്റ്യൻ. അബ്സസിക് ആസിഡ് ഇൻഡ്യൂസസ് സ്റ്റൊമേറ്റൽ ക്ലോഷർ പ്രൈമർലി ബൈ. അബ്സസിക് ആസിഡ് പ്രൈമർലി സ്റ്റൊമേറ്റൽ ക്ലോഷർ ഇൻഡ്യൂസ് ചെയ്യുന്നത് ഏത് രീതിയിലാണ്? നോക്കുക, ഇൻക്രീസിങ് K+ ഇൻഫ്ലക്സ്. നമ്മളിപ്പോ പറഞ്ഞു K+ എങ്ങോട്ടേക്കാ പോകുന്നത്? പുറത്തേക്കാ പോകുന്നത്. അടുത്ത നോക്കുക, ഇൻക്രീസിങ് H+ പമ്പിങ്. അടുത്ത ഓപ്ഷൻ നോക്കുക, പ്രൊമോട്ടിംഗ് അയൺ എഫ്ലക്സ് ഫ്രം ഗാർഡ് സെൽസ്. ലാസ്റ്റ് ഓപ്ഷൻ ഇൻക്രീസിങ് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് ഇൻക്രീസ് ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല. അയോൺ ചാനലുകളാണ് ഈ ഒരു ABA റെസ്പോൺസിന്റെ ഫലമായിട്ടുണ്ടാകുന്നത്, ഓപ്പൺ ആവുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അതില് K+ന്റെ ഇൻഫ്ലക്സ് അല്ല ഉണ്ടാകുന്നത്, K+ന്റെ എഫ്ലക്സ് ആണ് ഉണ്ടാകുന്നത്. അപ്പൊ ഈ ഒരു ഓപ്ഷനും വരില്ല. ഇൻക്രീസിങ് H+ പമ്പിങ്. H+ പമ്പിങ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. H+ ATPase പമ്പിനെ അവിടെ ഇൻഹിബിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതെന്തിനാ സഹായിക്കുന്നത്? മെംബ്രെയിന്റെ ഹൈപ്പർ പോളറൈസേഷൻ സഹായിക്കുന്നവരാണ്. അപ്പോൾ ഈ സ്റ്റൊമേറ്റൽ ക്ലോഷർ എന്ന് പറയുമ്പോൾ അവിടെ ഡീപോളറൈസ്ഡ് ആണ് ആവേണ്ടത്. അപ്പൊ ഇതുമല്ല വരുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നത്? പ്രൊമോട്ടിംഗ് അയോൺ എഫ്ലക്സ് ഫ്രം ഗാർഡ് സെൽ. ഗാർഡ് സെല്ലുകളിൽ നിന്ന് അയോൺസിന്റെ എഫ്ലക്സ് ആണ്, പുറത്തേക്കുള്ള മൂവ്മെന്റ് ആണ് നടക്കുന്നത്. ഓക്കെ, അയോണിന്റെ പുറത്തേക്കുള്ള മൂവ്മെന്റ്. അനയോൺസ് ഒക്കെ എന്ത് ചെയ്യാണ്? പുറത്തേക്കാണ് മൂവ് ചെയ്യുന്നത്. ABA causes anion and K+ efflux reducing guard cell turgor. അപ്പോൾ ABA മീഡിയേറ്റഡ് ആയിട്ട് എന്താ നടക്കുന്നത്? ആനയോൺ ആൻഡ് K+ന്റെയൊക്കെ വാട്ടറിന്റെ ഒക്കെ എന്താണ് നടക്കുന്നത്? എഫ്ലക്സ് ആണ് നടക്കുന്നത്. ഇതൊക്കെ പുറത്തേക്കാണ് മൂവ് ചെയ്യുന്നത്. വാക്യൂൾസിൽ സ്റ്റോർ ചെയ്ത് വെച്ച K+ഉം ആനയോൺസും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? സൈറ്റോസോളിലേക്ക് റിലീസ് ചെയ്യുന്നുണ്ട്. സൈറ്റോസോളിൽ നിന്ന് ഔട്ട്സൈഡിലേക്ക് റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ഗാർഡ് സെൽസിന്റെ ടർഗർ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഗാർഡ് സെൽസിന്റെ ടർഗർ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഗാർഡ് സെല്ലുകളുടെ പുറത്താണെങ്കിൽ സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. ഗാർഡ് സെല്ലിന്റെ അകത്തായിരുന്നെങ്കിൽ സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. അപ്പൊ സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ കുറവുള്ള സ്ഥലത്ത് നിന്ന് സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ കൂടുതലുള്ള സ്ഥലത്തേക്ക് വാട്ടറിന്റെ മൂവ്മെന്റ് നടക്കും. അങ്ങനെ ഗാർഡ് സെല്ലുകളിലുള്ള വാട്ടറും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് മീഡിയേറ്റഡ് ആയിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. അതുമൂലമാണ് എന്ത് നടക്കുന്നത്? ഗാർഡ് സെൽസിന്റെ ടർഗർ അവിടെ കുറയുന്നത്. ഓക്കെ, ഗാർഡ് സെൽസിന്റെ ടർഗർ പ്രഷർ എന്ത് ചെയ്യാണ്? അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എന്ത് ചെയ്യാണ്? സ്റ്റൊമേറ്റൽ അപ്പേർച്ചറിലുള്ള സെല്ലുകൾ ഫ്ലാസിഡ് ആകുന്നു, സ്റ്റൊമേറ്റൽ ക്ലോഷർ നടക്കുന്നു. പിന്നെയും നമ്മൾ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഓരോ തവണ കേൾക്കുമ്പോഴും എന്ത് ചെയ്യണം? ഓരോ സ്റ്റെപ്പുകളും നിങ്ങളുടെ മനസ്സിൽ വരണം. അങ്ങനെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാവുള്ളൂ? റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഇത് വായിച്ചുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഓർത്തു വെക്കാനായിട്ട് പറ്റുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, അബ്സസിക് ആസിഡ് ഇൻഡ്യൂസ്ഡ് ROS പ്രൊഡക്ഷൻ ഇൻ ഗാർഡ് സെൽസ് ഈസ് മീഡിയേറ്റഡ് ബൈ. അബ്സസിക് ആസിഡ് എന്ത് ചെയ്യുന്നുണ്ട്? സർട്ടൺ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസുകളുടെ പ്രൊഡക്ഷനെയൊക്കെ ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്ത് മീഡിയേറ്റഡ് ആയിട്ടാണ്? റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസുകളുടെ പ്രൊഡക്ഷൻ ഇൻഡ്യൂസ്ഡ് ആവുന്നത്. ആൻഡ് അതിന്റെ ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻ എ കാറ്റലൈസ്, ഓപ്ഷൻ ബി പെറോക്സിഡൈസ്, ഓപ്ഷൻ സി RBOH ആൻഡ് ഓപ്ഷൻ ഡി സൂപ്പർ ഓക്സൈഡ് ഡിസ്മ്യൂട്ടേസ്. ഏത് മൂലമാണ് ROSന്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്? നമ്മളിപ്പോ അത് ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. ഇത് മീഡിയേറ്റഡ് ആയിട്ടാണ് RBOH മീഡിയേറ്റഡ് ആയിട്ടാണ്. നമ്മുടെ SNRK2 അല്ലെങ്കിൽ OST1 എന്ന് പറയുന്ന കൈനേസ് മീഡിയേറ്റഡ് ആയിട്ട് ആക്റ്റീവ് ആയിട്ട് ആകുന്നവരാണ് RBOH എന്ന് പറയുന്നത്. ഈ RBOH മീഡിയേറ്റഡ് ആയിട്ട് ആരെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്? റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസുകളുടെ പ്രൊഡക്ഷൻ ഒക്കെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ആൻഡ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസുകളാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് അല്ലെങ്കിൽ H2O2 ആൻഡ് പിന്നെ ഏതാണ്? സൂപ്പർ ഓക്സൈഡ്സ്. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇവര് കാൽസ്യം ചാനലിന്റെ ഓപ്പണിങ്ങിന് കാരണമാവുന്നുണ്ട്. റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് കാൽസ്യം ചാനൽ ഓപ്പൺ ചെയ്യുന്നതിന് കാരണമാവുന്നുണ്ട്. അങ്ങനെ കാൽസ്യം എന്ത് ചെയ്യുന്നുണ്ട്? ഉള്ളിലേക്ക്, സെല്ലിന്റെ ഉള്ളിലേക്ക്, അപ്പേർച്ചർ, സ്റ്റൊമേറ്റൽ അപ്പേർച്ചറിലുള്ള സെല്ലുകളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? എൻ്റർ ചെയ്യുന്നുണ്ട്. ആൻസർ സി ആണ്. OST1 activates RBOH and it produces ROS that trigger Ca2+ influx. അപ്പൊ ഇതിങ്ങനെ ഓർത്തിരിക്കുക. SNRK2
ABA വരുന്നു, റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. ABA റിസപ്റ്റർ ബൈൻഡിങ് PP2C എന്ന് പറഞ്ഞ ഫോസ്ഫറ്റേസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. SNRK2 അല്ലെങ്കിൽ OST1 എന്ന് പറയുന്ന കൈനേസുകൾ ഫ്രീ ആകുന്നു. കൈനേസുകളുടെ ഫോസ്ഫോറൈലേഷൻ മൂലം RBOH ആക്ടിവേറ്റ് ആവുന്നു. RBOH കുറച്ച് റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസുകളെയൊക്കെ പ്രൊഡക്ഷനെ ഇൻഡ്യൂസ് ചെയ്യുന്നു. അത് ട്രിഗേർഡ് ആയിട്ട് ഒരു കാൽസ്യം 2+ ഇൻഫ്ലക്സ് ഉണ്ടാകുന്നു. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക, ഓർഡർ ആയിട്ട് ഓർത്തിരിക്കുക. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് അയോൺ ചാനൽ ഈസ് ഡയറക്ട്ലി ആക്ടിവേറ്റഡ് ബൈ അബ്സിസിക് ആസിഡ് ടു കോസ് മെംബ്രെയിൻ ഡീപോളറൈസേഷൻ? ഓക്കെ, ഇപ്പൊ എന്താണ്, ഏത് അയോൺ ചാനലാണ് അബ്സിസിക് ആസിഡ് അല്ലെങ്കിൽ ABA മീഡിയേറ്റഡ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ആക്ടിവേറ്റ് ആകുന്നത്, അതുവഴി മെംബ്രെയിൻ ഡീപോളറൈസേഷന് കാരണമാകുന്നത്? ഇതിൽ ഏത് ആനയോൺ ചാനലാണ് ഡയറക്റ്റ് ആയിട്ട്, ഏത് ആനയോൺ ചാനൽ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് അബ്സിസിക് ആസിഡ് മീഡിയേറ്റഡ് ആയിട്ട് ഓപ്പൺ ആകുന്ന എന്താണ് ചാനലുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? മെംബ്രെയിനിലുള്ള അയോൺ ചാനലുകൾ ഏതൊക്കെയാണെന്നാണ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കുക, ഇൻവേർഡ് K+ ചാനൽ. K+ ചാനൽ ഡയറക്റ്റ് ആയിട്ടാണോ വരുന്നത്? അല്ലല്ലോ. ആ സെല്ലിന്റെ ഉള്ളിലുള്ള എന്താണ് ആ ഒരു Ca2+ എമൗണ്ട് കൂടുന്നത് മീഡിയേറ്റഡ് ആയിട്ടാണ് K+ ചാനൽ ഓപ്പൺ ആകുന്നത്. B, അക്വാപോറിൻസ്. അക്വാപോറിൻസിന്റെ കാര്യം നമ്മൾ ഇവിടെ പറയുന്നതേ ഇല്ല. ആൻഡ് C, എസ് ടൈപ്പ് ആനയോൺ ചാനൽ. അതിന് SLAC1 എന്ന് പറയുന്നത്. ആൻഡ് D, H+ ATPase. ഇത് ഏതാണ് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത്? ABA മീഡിയേറ്റഡ് ആയിട്ട് ഓപ്പൺ ആവുന്നത്. ഏതാണെന്നാ ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഡയറക്റ്റ് ആയിട്ട് ABA മീഡിയേറ്റഡ് ആയിട്ട് ഓപ്പൺ ആവുന്നതാണ്? S ടൈപ്പ് ആനയോൺ ചാനൽസും R ടൈപ്പ് ആനയോൺ ചാനൽസും. അപ്പോൾ ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ. H+ ATPase ഒക്കെ എന്താണ്? ആ ഡീപോളറൈസേഷന്റെ ഫലമായിട്ടും Ca2+ എമൗണ്ട് കൂടുന്നത് ഫലമായിട്ടും അതിൻ്റെ അകത്തുള്ള ആനയോണുകൾ വെളിയിലേക്ക് പോകുന്നതിന്റെ ഫലമായിട്ടൊക്കെ ഓപ്പൺ ആവുന്നതാണ്. K+ ചാനൽ അത് ഇൻവേർഡ് K+ ചാനലാണ്. ഔട്ട്വേർഡ് K+ ചാനലാണ് എന്ത് ചെയ്യുന്നത്? ഓപ്പൺ ആവുന്നത്. അപ്പോൾ അതാണെങ്കിലും എന്ത് ഡയറക്റ്റ് ആയിട്ടല്ല, നമ്മുടെ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസുകൾ സ്പീഷീസുകൾ വഴി Ca2+ എമൗണ്ട് സെല്ലിൽ കൂടുന്നു. അതിന്റെ ഫലമായിട്ടാണ് K+ ചാനലുകളൊക്കെ ഓപ്പൺ ആവുന്നത്. സോ ഇവിടെ എന്താണ് ഡയറക്റ്റ് ആയിട്ട് ഓപ്പൺ ആവുന്ന ഒരു ചാനലാണ് എന്ന് പറയുന്നത് ആനയോൺ ചാനലാണ്. S ടൈപ്പ് ആനയോൺ ചാനൽ എന്ന് പറയുന്നത് ആനയോൺസിനെയൊക്കെ വെളിയിലേക്ക് അല്ലെങ്കിൽ ആനയോൺസിന്റെയൊക്കെ എഫ്ലക്സിന് സഹായിക്കുന്ന ഒരു ചാനലാണ് S ടൈപ്പ് ആനയോൺ ചാനൽ എന്ന് പറയുന്നത്. ABA activates anion channels leading to depolarization and K+ efflux. Okay, അപ്പോൾ ABA ഡയറക്റ്റ് ആയിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്ന ആനയോൺ ചാനലാണ് നമ്മളിപ്പോൾ പറഞ്ഞ S ടൈപ്പ് ആൻഡ് R ടൈപ്പ് ആനയോൺ ചാനൽസ്. ആൻഡ് ഇത് എന്തിന് കാരണമാകും? ഡീപോളറൈസേഷന് കാരണമാകും. ആനയോൺസ് ഒക്കെ പുറത്തേക്ക് പോവുകയാണ്. അപ്പൊ എന്താകും? മെംബ്രെയിൻസ് ഒക്കെ അല്ലെങ്കിൽ ആ സെല്ലുകളൊക്കെ ഡീപോളറൈസ്ഡ് കണ്ടീഷനിലേക്ക് പോകും. ആൻഡ് K+ന്റെ എഫ്ലക്സും അവിടെ നടക്കുന്നുണ്ട്. And 14th question നോക്കുക. ABA plays a major role in abscisic acidന്റെ മേജർ ആയിട്ടുള്ള ഒരു റോള് എന്താണെന്നാ ചോദിച്ചിരിക്കുന്നത്? ബ്രേക്കിംഗ് C dormancy, സെൽ ഡിവിഷൻ, ഇൻഡക്ഷൻ ഓഫ് C dormancy ആൻഡ് ഫ്ലോറൽ ഇൻഡക്ഷൻ. ഇതിലേതാണ് അബ്സസിക് ആസിഡിന്റെ മേജർ റോൾ എന്ന് പറയുന്നത്? അപ്പോൾ ബ്രേക്കിംഗ് C dormancyനെ ബ്രേക്ക് ചെയ്യുന്നതാണോ അബ്സസിക് ആസിഡ്? ഇതിലേതാ? സെൽ ഡിവിഷൻ ആണോ? ഇൻഡക്ഷൻ ഓഫ് C dormancyയുടെ ഇൻഡക്ഷൻ ആണോ? ഫ്ലോറൽ ഇൻഡക്ഷൻ ആണോ? ഏതാണ് പ്രധാനമായിട്ടും വരുന്നത്? അബ്സസിക് ആസിഡിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു അബ്സസിക് ആസിഡ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ചെയ്യുന്നത് ഏതാണ്? ഇൻഡക്ഷൻ ഓഫ് സീഡ് ഡോർമൻസി. സീഡിന്റെ ഡോർമൻസിനെ ഇൻഡ്യൂസ് ചെയ്യുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? അബ്സസിക് ആസിഡ് എന്ന് പറയുന്നത്. ABA-GA റേഷ്യോ ആണ്. ABA-GA റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? ഈ സീഡിന്റെ ജെർമിനേഷൻ ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അബ്സസിക് ആസിഡിന്റെ എമൗണ്ട് ആണ് കൂടുന്നതെങ്കിൽ എന്താണ് അത്? C dormancyനെ ഇൻഡ്യൂസ് ചെയ്യും. ഗിബറലിക് ആസിഡ് ആണ് കൂടുന്നതെങ്കിൽ C dormancyനെ ബ്രേക്ക് ചെയ്തത് ജെർമിനേഷനെ ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ആ ഒരു റോള് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മറക്കാതെ ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്തേക്കുക. ഓക്കെ, ഒന്നുകൂടെ റിവൈസ് ചെയ്യുക. ഇപ്പൊ തന്നെ എപ്പോഴാണ് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുന്നത് ആ സമയത്ത് തന്നെ എന്ത് ചെയ്യുക? നിങ്ങൾ ആ കേട്ടിട്ടുള്ള ആ കാര്യം ഒന്നുകൂടെ നിങ്ങൾ റിവൈസ് ചെയ്യുക. ഓക്കെ, ഓരോ ഓപ്ഷൻസ് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇതിനൊക്കെ സഹായിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണെന്ന് അപ്പൊ തന്നെ ഓർക്കുക. സെൽ ഡിവിഷന് സഹായിക്കുന്നത് സൈറ്റോകൈനിൻസ് ആണ്. സെൽ ഡിവിഷന് സഹായിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്തത് ഏതാണ്? കൈനറ്റിൻ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നാച്ചുറൽ ആയിട്ട് കാണുന്നത് ഏതാണ്? സിയാറ്റിൻ ആണ്. ഓക്കെ,
അങ്ങനെ എന്ത് ചെയ്യുക, ഓരോ ഓപ്ഷൻസ് കാണുമ്പോഴും ആ ഓപ്ഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ളത് നമ്മൾ എവിടെ പഠിച്ചിട്ടുള്ളത് എന്നുള്ള രീതിയിൽ വെച്ചിട്ട് നിങ്ങൾ റിവൈസ് ചെയ്ത് പോവുക. അതിനാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ABAയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോൾ എന്ന് പറഞ്ഞാൽ ഏതിലാണ്? സി ഡോർമൻസിനെ ഇൻഡ്യൂസ് ചെയ്യുന്നതിലാണ്. ആൻസർ സി ആണ്. ABA മെയിൻറ്റെയിൻസ് സി ഡോർമൻസി ആൻഡ് ആന്റഗണൈസസ് ഗിബർലിൻസ്. ഗിബർലിനെ ആന്റഗണൈസ് ചെയ്യുന്നവരാണ്, ഗിബർലിന്റെ ഓപ്പോസിറ്റ് ഫംഗ്ഷൻ കാണിക്കുന്നവരാണ്. ആൻഡ് അബ്സിസിക് ആസിഡ് സി ഡോർമൻസിനെ എന്ത് ചെയ്യുന്നുണ്ട്? മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു ഡോർമൻസിയുടെ സമയത്ത് ആവശ്യമായിട്ടുള്ള റിസർവ് ഫുഡുകളുടെ മൊബിലൈസേഷന് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇതിനൊക്കെ സഹായിച്ച് സീഡിനെ ഡോർമൻ സ്റ്റേജിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോണാണ് അബ്സിസിക് ആസിഡ് എന്ന് പറയുന്നത്. ആൻഡ് അബ്സിസിക് ആസിഡ്, ഇതിപ്പോ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. അബ്സിസിക് ആസിഡ് ആന്റഗണൈസസ് ദി ആക്ഷൻ ഓഫ്, എന്തിന്റെ ആക്ഷനാണ് അബ്സിസിക് ആസിഡ് ആന്റഗണൈസ് ചെയ്യുന്നത്? ഓപ്ഷൻ സൈറ്റോകിനിൻസ്, ഓക്സിൻസ്, എത്തിലീൻ, ഗിബർലിൻസ്. എന്തിനാണ് ആന്റഗോണിസ്റ്റിക് ഫംഗ്ഷൻ അബ്സിസിക് ആസിഡ് ഏതുമായിട്ടാണ് ഉള്ളത്? ഗിബർലിൻസുമായിട്ടാണ് ആന്റഗണൈസ് ചെയ്യുന്നത്. ഗിബർലിൻസിന്റെ ഫംഗ്ഷനെ ആണ് അബ്സിസിക് ആസിഡ് ആന്റഗണൈസ് ചെയ്യുന്നത്. ഗിബർലിക് ആസിഡ് ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ഫംഗ്ഷൻ കാണിക്കുക. ഓപ്ഷൻ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അബ്സിസിക് ആസിഡ് ഇൻഹിബിറ്റ്സ് ഗിബർലിക് ആസിഡ് ഇൻഡ്യൂസ്ഡ് ആൽഫ അമൈലേസ് സിന്തസിസ് ഡ്യൂറിംഗ് സീഡ് ജെർമിനേഷൻ. അബ്സിസിക് ആസിഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഗിബറലിക് ആസിഡ് ഇൻഡ്യൂസ്ഡ് ആയിട്ട് നടക്കുന്ന ആൽഫ അമൈലേസിന്റെ സിന്തസിസിനെ എന്ത് ചെയ്യുന്നുണ്ട്? സീഡ് ജെർമിനേഷന്റെ സമയത്ത് ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ? അബ്സിസിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഡോർമൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നവരല്ലേ. ആൽഫ അമൈലേസ് മീഡിയേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗിബറലിൻ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ആൽഫ അമൈലേസിന്റെ സിന്തസിസ് നടന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ്? അല്യൂറോൺ ലെയർസിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ആൽഫ അമൈലേസിനെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുക? സെക്രീറ്റ് ചെയ്യുന്നു. അതുവഴി എന്ത് നടക്കുന്നുണ്ട്? അവിടെ നമ്മുടെ ആൽഫ അമൈലേസ് മീഡിയേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ റിസർവ് ഫുഡിന്റെ മൊബിലൈസേഷൻ അവിടെ നടക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് അതൊക്കെ ഇൻഹിബിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഗിബറലിക് ആസിഡ് മീഡിയേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഗിബറലിക് ആസിഡ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ആൽഫ അമൈലേസിന്റെ സിന്തസിസിനെ ആര് ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്? ABA ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ആന്റഗോണിസ്റ്റിക് ഫംഗ്ഷൻ കാണിക്കുന്നവർ, ഗിബറലിക് ആസിഡിന്റെ അവിടെ എതിരായിട്ടുള്ള ഒരു ആന്റഗോണിസ്റ്റിക് ഫംഗ്ഷൻ കാണിക്കുന്നവരാണ് അബ്സിസിക് ആസിഡ് എന്ന് പറയുന്നത്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അബ്സിസിക് ആസിഡ് അക്യുമുലേഷൻ അണ്ടർ ഡ്രോട്ട് സ്ട്രെസ് ലീഡ്സ് ടു. അപ്പോൾ ഡ്രോട്ട് സ്ട്രെസ്, സലൈനിറ്റി, ഇതേപോലുള്ള സ്ട്രെസ്സിന്റെ സമയത്തൊക്കെ അബ്സിസിക് ആസിഡിന്റെ അക്യുമുലേഷൻ എന്തിന് കാരണമാകുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻക്രീസ്ഡ് ട്രാൻസ്പിരേഷൻ, ഇൻക്രീസ്ഡ് ലീഫ് എക്സ്പാൻഷൻ, റെഡ്യൂസ്ഡ് വാട്ടർ ലോസ്, ഇൻക്രീസ്ഡ് സ്റ്റൊമേറ്റൽ കണ്ടക്റ്റൻസ്. അപ്പോൾ എന്താണ്? ഇവിടെ ഒരു സ്ട്രെസ് കണ്ടീഷൻ ആണ് വന്നിരിക്കുന്നത്. ഡ്രോട്ട് എന്ന് പറയുന്ന ഒരു സ്ട്രെസ് കണ്ടീഷൻ ആണ് വന്നിരിക്കുന്നത്. ആ സമയം ഇവരെന്ത് ചെയ്യും? സ്റ്റൊമേറ്റയുടെ ക്ലോഷർ നടത്തും. എന്താണ്? നമ്മളിപ്പോ എന്തെങ്കിലും ഒരാൾ നമ്മളെ ആക്രമിക്കാൻ വരുന്നത് നമ്മൾ വാതിൽ തുറന്നിട്ട് നിൽക്കുമോ? ഇല്ലല്ലോ. അപ്പൊ എന്തെങ്കിലും ഒരു സ്ട്രെസ് നമുക്കുണ്ടാവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എമർജൻസി കണ്ടീഷൻ വരുമ്പോൾ, അതേപോലെയുള്ള എമർജൻസി കണ്ടീഷൻ വരുമ്പോൾ നമ്മൾ ഡോർ ക്ലോസ് ചെയ്യില്ല. അതുപോലെ തന്നെ അബ്സിസിക് ആസിഡ് എന്താണ്? ഒരു സ്ട്രെസ് എന്ന് പറയുന്ന ഒരു എമർജൻസി അവിടെ വരികയാണ്. അപ്പോൾ ഭയങ്കര വരൾച്ചയാണ് വരുന്നത്. ഉള്ള വാട്ടറിനെ സേവ് ചെയ്ത് വെക്കാനാണ് നോക്കുന്നത്. അപ്പൊ സേവ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? സ്റ്റൊമേറ്റയുടെ ക്ലോഷർ നടക്കണം. അപ്പോൾ ആ ഡ്രോട്ട് കണ്ടീഷൻസിൽ അവരെന്താണ്? സ്റ്റൊമേറ്റ ക്ലോസ് ചെയ്യുന്നത് വഴി എന്തിനെ റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്? ട്രാൻസ്പിരേഷണൽ ലോസ് ഓഫ് വാട്ടറിനെ എന്ത് ചെയ്യാണ്? റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ എന്താ? റെഡ്യൂസ്ഡ് വാട്ടർ ലോസ് എന്നുള്ളതാണ്. ആൻസർ സി ആണ്. എക്സ്പ്ലനേഷൻ നോക്കുക. അബ്സിസിക് ആസിഡ് മീഡിയേറ്റഡ് സ്റ്റൊമേറ്റൽ ക്ലോഷർ മിനിമൈസസ് ട്രാൻസ്പിരേഷണൽ വാട്ടർ ലോസ്. അബ്സിസിക് ആസിഡ് മീഡിയേറ്റഡ് ആയിട്ടുള്ള ആ ഒരു സ്റ്റൊമേറ്റൽ ക്ലോഷർ എന്തിന് സഹായിക്കുന്നുണ്ട്? ട്രാൻസ്പിരേഷൻ, വാട്ടറിന്റെ ട്രാൻസ്പിരേഷണൽ ലോസിനെ റെഡ്യൂസ് ചെയ്യുന്നതിന് സഹായിക്കുന്നുണ്ട്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അബ്സിസിക് ആസിഡ് ഈസ് കൊമേഴ്ഷ്യലി യൂസ്ഡ് ടു. അബ്സിസിക് ആസിഡ് കൊമേഴ്ഷ്യലി എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഒരുപാട് കൊമേഴ്ഷ്യൽ യൂസസ് ഒന്നും നമ്മൾ അബ്സിസിക് ആസിഡിൻ്റെ അത് പഠിച്ചിട്ടില്ല. കാരണം എന്താ? അത് വെജിറ്റേറ്റീവ് ഗ്രോത്തിനെ ഒന്നും എന്ത് ചെയ്യുന്നില്ല? പ്രൊമോട്ട് ചെയ്യുന്നില്ല. സ്ട്രെസ് ഉള്ള ടൈമിലാണ് അബ്സിസിക് ആസിഡ് എന്ത് ചെയ്യുന്നത്? സിന്തസൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അക്യുമുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൊമേഴ്ഷ്യൽ യൂസസും വളരെ കുറച്ച് മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ആൻഡ് ഓപ്ഷൻസ് നോക്കുക. പ്രൊമോട്ട് ഫ്രൂട്ട് റൈപ്പനിങ്,
break dormancy, improve drought resistance, increase stem elongation. ഇതിൽ ഏതാണ് അബ്സിസിക് ആസിഡിന്റെ കൊമേഴ്ഷ്യൽ യൂസ് എന്ന് പറയുന്നത്? ഓപ്ഷൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. ഫ്രൂട്ട് റൈപ്പനിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. റൈപ്പനിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? എത്തിലീൻ ആണ്. ഡോർമൻസീനെ ബ്രേക്ക് ചെയ്യുക. ഡോർമൻസീനെ ബ്രേക്ക് ചെയ്യുന്നത് ഗിബർലിക് ആസിഡ് ഡോർമൻസീനെ ബ്രേക്ക് ചെയ്യുന്നു. അബ്സിസിക് ആസിഡും ഗിബർലിക് ആസിഡിന്റെ റേഷ്യോ ഇതാക്കിയിട്ടാണ് ഡോർമൻസീനെ ബ്രേക്ക് ചെയ്യുന്നത്. അല്ലെ, ഇംപ്രൂവ് ഡ്രോട്ട് റെസിസ്റ്റൻസ്. ഡ്രോട്ട് എന്ന് പറയുന്ന കണ്ടീഷനിലാണ് അബ്സിസിക് ആസിഡിന്റെ അക്യുമുലേഷൻ കൂടുതൽ നടക്കുന്നത്. അപ്പൊ ഒരു കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? എന്തെങ്കിലും ഡ്രോട്ട് ടോളറൻസിന് ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? അബ്സിസിക് ആസിഡ് യൂസ് ചെയ്യാം. സ്റ്റെം ഇലോങ്ങേഷൻ, ഇന്റർനോഡൽ ഇലോങ്ങേഷനൊക്കെ സഹായിക്കുന്നത് ഏതാണ്? ഗിബർലിക് ആസിഡ് ആണ് സഹായിക്കുന്നത്. ആൻഡ് എന്താണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഇംപ്രൂവ് ഡ്രോട്ട് ടോളറൻസ് എന്ന് പറയുന്നതാണ്. ഓപ്ഷൻ സി ആണ്. എക്സോജീനസ് ABA എൻഹാൻസസ് സ്ട്രെസ് ടോളറൻസ് ബൈ റെഗുലേറ്റിംഗ് സ്റ്റൊമേറ്റൽ ബിഹേവിയർ. എന്താണ്? എക്സോജീനസ് ആയിട്ട് പുറമേ കൂടെ എന്ത് ചെയ്യാണ്? അബ്സിസിക് ആസിഡ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് നടക്കുന്നുണ്ട്? സ്ട്രെസ് ടോളറൻസ് നമുക്ക് എൻഹാൻസ് ചെയ്യാനായിട്ട് പറ്റും. പ്ലാന്റ്സിന്റെ സ്ട്രെസ് ടോളറൻസിനെ എൻഹാൻസ് ചെയ്യാനായിട്ട് പറ്റും. അത് ഏത് രീതിയിലാണ്? സ്റ്റൊമേറ്റയുടെ ബിഹേവിയറിനെ റെഗുലേറ്റ് ചെയ്യുന്നത് വഴി എന്ത് ചെയ്യാം? പ്ലാന്റ്സിന്റെ ഒക്കെ സ്ട്രെസ് ടോളറൻസിനെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? എൻഹാൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. അബ്സിസിക് ആസിഡ് ആപ്ലിക്കേഷൻ ഈസ് യൂസ്ഫുൾ ഇൻ അഗ്രികൾച്ചർ ടു. അഗ്രികൾച്ചറിലെ അബ്സിസിക് ആസിഡിന്റെ ആപ്ലിക്കേഷൻ എന്തിനാണ് സഹായിക്കുന്നത്? പ്രൊമോട്ട് ജെർമിനേഷൻ, ഇൻക്രീസ് ട്രാൻസ്പിരേഷൻ, സിൻക്രണൈസ് ഡോർമൻസി ഇൻ സീഡ്സ് ആൻഡ് പ്രൊമോട്ട് ഫ്ലവറിംഗ്. ഇതിലേതിലാണ് സഹായിക്കുന്നത്? അബ്സിസിക് ആസിഡിന്റെ ആപ്ലിക്കേഷൻ അഗ്രികൾച്ചറിലെ അബ്സിസിക് ആസിഡിന്റെ ആപ്ലിക്കേഷൻ എന്തിലാണ് യൂസ്ഫുൾ ആവുന്നത് നോക്കിക്കഴിഞ്ഞാൽ അത് ഏതാണ്? സീഡ് ജെർമിനേഷനെ പ്രൊമോട്ട് ചെയ്യാനാണോ? അതോ ട്രാൻസ്പിരേഷൻ ഇൻക്രീസ് ചെയ്യാനാണോ? ഡോർമൻസി, സീഡിന്റെ ഡോർമൻസിനെ സിൻക്രണൈസ് ചെയ്യാനാണോ? ഫ്ലവറിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാനാണോ? ഇതിലും ഏതാണ്? ഡോർമൻസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോർമോണാണ് ഇത് അബ്സിസിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ സീഡുകൾ നമ്മൾ ഒരുപാട് നാളത്തേക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കുന്ന ആ ഒരു സമയത്ത് എന്താണ്? സീഡുകളുടെ ഡോർമൻസിനെ സിൻക്രണൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനെ യൂസ് ചെയ്യാം? അബ്സിസിക് ആസിഡിനെ യൂസ് ചെയ്യാം. ഈ കൊമേഴ്ഷ്യൽ യൂസസും കൂടെ എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റ്യൻ വഴി നിങ്ങൾ നോക്കി വെച്ചേക്കുക. അപ്പൊ എന്താണ്? സീഡ് ഡോർമൻസിനെ സിൻക്രണൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഹോർമോണാണ് ഇത് അബ്സിസിക് ആസിഡ് എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. അബ്സിസിക് ആസിഡ് ഈസ് യൂസ്ഡ് ടു മെയിൻറ്റെയിൻ ഡോർമൻസി ആൻഡ് പ്രിവെന്റ് പ്രിക്കോഷ്യസ് ജെർമിനേഷൻ. അപ്പൊ എന്താണ്? നമ്മുടെ സീഡിന്റെ ഡോർമൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാനും അതുവഴി പ്രിക്കോഷ്യസ് ജെർമിനേഷൻ എന്ത് ചെയ്യാനാണ്? പ്രിവെന്റ് ചെയ്യാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് ഇത് അബ്സിസിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ചില സീഡുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു പ്ലാന്റിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാൻ? ജെർമിനേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്? അബ്സിസിക് ആസിഡ് സഹായിക്കുന്നുണ്ട്. ആ ഒരു ഡോർമൻ കണ്ടീഷനിൽ ആ ഒരു സീഡിനെ മെയിൻറ്റെയിൻ ചെയ്യിക്കുന്നത് ഏതാണ്? അബ്സിസിക് ആസിഡ് ആണ്. അപ്പോൾ ഇത്രയുമാണ് അബ്സിസിക് ആസിഡിന്റെ ബയോസിന്തസിസും അതിന്റെ ഒരു സിഗ്നലിംഗ് അല്ലെങ്കിൽ മോഡ് ഓഫ് ആക്ഷനും അതിന്റെ യൂസസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അബ്സിസിക് ആസിഡിന്റെ റോളാണ് സ്റ്റൊമേറ്റൽ ക്ലോഷർ എന്ന് പറയുന്നത്. അത് കറക്റ്റ് ആയിട്ട് നോക്കി വെക്കുക. അബ്സിസിക് ആസിഡിന്റെ വളരെ റോളുകൾ നമ്മൾ പറഞ്ഞപ്പോഴത്തേക്ക് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ സ്ട്രെസ് റെസ്പോൺസുകളുടെ കാര്യം നമ്മൾ പറഞ്ഞു. ഡ്രോട്ട്, സലൈനിറ്റി പോലെയുള്ള സ്ട്രെസ് റെസ്പോൺസുകളുടെ സമയത്താണ് കൂടുതലായിട്ടും അബ്സിസിക് ആസിഡ് എന്ത് ചെയ്യുന്നത്? അക്യുമുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആൻഡ് ബയോസിന്തസിസ് 2 ലൊക്കേഷൻസിലായിട്ടാണ് നടക്കുന്നത്. ആ ലൊക്കേഷൻസ് നോക്കി വെക്കുക. ഇനി ഇവരുടെ ആക്ഷൻ മീഡിയേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് റെസ്പോൺസ് സ്റ്റൊമേറ്റൽ ക്ലോഷർ, അത് നോക്കി വെക്കുക. അപ്പോൾ അതേപോലെ ഇതിൻ്റെ യൂസുകൾ എന്ത് ചെയ്യുക? കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻസ്, വളരെ കുറച്ച് ആപ്ലിക്കേഷൻസ് ഉള്ളത് നമ്മൾ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ വെച്ചിട്ട് എന്ത് ചെയ്യുക? അബ്സിസിക് ആസിഡിനെ നന്നായിട്ട് നോക്കി വയ്ക്കുക.